ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതി വിവര കണക്ക് എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ആൻഡ് ഈ ചാപ്റ്റർ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കാരണം ഇതിലാകെ രണ്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. കുഞ്ഞു ചാപ്റ്റർ ആണ് ആൻഡ് വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ നമുക്ക് ഇതിൽ നിന്നും ഒരു മാർക്ക് പോലും കളയാൻ പറ്റത്തില്ല. എന്തായാലും എന്ത് വരും? ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾ നമുക്കറിയാം അല്ലേ, രണ്ട് കാര്യങ്ങളെ ഇതിൽ നമ്മൾ പഠിക്കുന്നുള്ളൂ. അതായിരിക്കും എക്സാമിന് വരുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുക, ഓക്കെ അല്ലേ? എന്നിട്ട് ആ ഫ്രീക്വൻസി ടേബിൾ നോക്കിയിട്ട് എന്ത് വരക്കുക? ഹിസ്റ്റോഗ്രാം വരക്കാനും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവിടെ പിക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 50 ഹൗസ് ഹോൾഡ്സിന്റെ നമ്പർ ഓഫ് മെമ്പേഴ്സ്, അതായത് ഓരോ വീട്ടിലും എത്ര അംഗങ്ങളുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ 50 കുടുംബങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ അവിടെ 8 പേരുണ്ട്. ഓക്കെ, 8 ആളുകളാണ് ആ ഒരു വീട്ടിലുള്ളത്. ഇനി രണ്ടാമത്തെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ 6 പേര്. മൂന്നാമത്തെ ഫാമിലി എടുത്തു കഴിഞ്ഞാൽ 9 പേര്. എൻ്റെ ഫാമിലി 4-മത്തതാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ 4 പേരുണ്ട്. ഓക്കെ, അപ്പോൾ 4 പേര്. അപ്പോൾ ഓരോ വീട്ടിലെയും എത്ര പേരുണ്ടെന്നുള്ള അംഗസംഖ്യയാണ് അവിടെ തന്നിരിക്കുന്നത്. എത്ര ഫാമിലീസിൻ്റെ? 50 ഫാമിലീസിൻ്റെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? മേക്ക് എ ഫ്രീക്വൻസി ടേബിൾ. ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കിയിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നതിന് മുൻപ് നമുക്കൊരു കാര്യം, ഒന്നല്ല 2 കാര്യങ്ങളൊന്നും നോക്കാനുണ്ട്. വേറൊന്നുമല്ല, ഈ തന്നിരിക്കുന്ന ഡാറ്റയിൽ ഏറ്റവും ചെറിയത് ആൻഡ് ഏറ്റവും വലുത് ആരൊക്കെയാണെന്ന് നോക്കാം. അതായത് സ്മോളസ്റ്റ് ഏതാന്ന് നോക്കാം കേട്ടോ. ഏറ്റവും ചെറിയ ഡാറ്റ, അതായത് ഏറ്റവും കുറവ് അംഗങ്ങൾ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഏതാന്ന് നോക്കാം. ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 ആണല്ലേ? 2 ആണ് ഏറ്റവും ചെറുത്. ഓക്കെ, 2 ആണ്. ഇനി ഏറ്റവും ലാർജസ്റ്റ്, ഏറ്റവും വലുതെന്ന് പറയുന്നത് 13 അല്ലേ? 13 ആണ്. ഓക്കെ, അപ്പോൾ 2 ഏറ്റവും ചെറുതും 13 ഏറ്റവും വലുതും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളൊരു ടേബിൾ വരയ്ക്കുക. ഓരോ റോസിലും 2 മുതൽ 13 വരെ, 2, 3, 4, 5 അങ്ങനെ 13 വരെ നമ്മൾക്ക് എഴുതണം. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ടേബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. എടാ, ഈ ഡാറ്റ ഇല്ലേ, ഈ ഡാറ്റ ഇങ്ങനെ നേരെ കൊടുത്തിരിക്കുന്നു. എനിക്ക് അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെന്ത് ചെയ്തു? താഴെയായിട്ട് എഴുതിയിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. സെയിം ഡാറ്റ തന്നെയായിട്ട് ഇവിടെ ഞാൻ ഒന്ന് ഓർഡർ തെറ്റിച്ചൊന്ന് വരച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവിടെ മെമ്പേഴ്സിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്, അല്ല അംഗങ്ങളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. എത്രയാണ് ഏറ്റവും ചെറുത്? 2. അപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 വരെ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നെക്സ്റ്റ് കോളമാണ് ടാലി. ഇനി ഈ ടാലി മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിച്ചു തന്നെ പോകാം. ആൻഡ് നെക്സ്റ്റ് കോളമാണ് നമ്പർ. ഓക്കെ, നമ്പേഴ്സ്, അതായത് ടാലി നോക്കിയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ടിരിക്കുന്നവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവണം അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റേഴ്സാണ്. റിവിഷന് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് റിവൈസിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോടാ? ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറുത് 2, ഏറ്റവും വലുത് 13. സോ 2 മുതൽ 13 വരെ എന്താ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 2 മെമ്പേഴ്സ് വരുന്ന എത്ര ഫാമിലീസ് ഉണ്ട് എന്ന് നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അതാ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ, അതായത് ഈ ഒരു ഡാറ്റ ഞാൻ പറഞ്ഞു ഇത് നേരെയാണ്. എനിക്ക് നേരെ എഴുതിയ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ താഴെയാണ് എഴുതിയിരിക്കുന്നത്. 2 വന്നിരിക്കുന്നത് എത്ര തവണയാണെന്ന് നോക്കാം. ഇവിടെ 2 പേരുണ്ട്. 1, 2, 3, 4, 5. 5 അല്ലേ ഉള്ളൂ? 5. വേറെ എവിടെയെങ്കിലും 2 ഉണ്ടോ? വേറെ എവിടെയെങ്കിലും 2 ഉണ്ടോ? വേറെ എങ്കിലും 2 ഇല്ല. അപ്പോൾ 5 ആണ്. ടാലി മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 1, 2, 3, 4. 5-മത്തെ ആളെ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ക്രോസ് ചെയ്യണം. 5. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. 3 എത്ര പേരുണ്ടെന്ന് നോക്കാം. 3 പേര് വരുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഫാമിലീസ് ഉണ്ട്. 11 നമുക്ക് ടാലി മാർക്ക് ചെയ്യണം. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ 1, 2, 3, 4 5-മത്തെ ആളെ ക്രോസ് ചെയ്തു. ഇവിടെ 11 ഉണ്ട് കേട്ടോ. വീണ്ടും 6 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അതായത് ഇവിടെ 5 പേരെങ്കിലും നമ്മൾ ക്രോസ് ചെയ്തല്ലേ, അവരെ ക്രോസ് ചെയ്ത് വെച്ചു. ഇനി 6-മത്തെ ആളെന്ന് പറയുന്നത് വീണ്ടും 6, 7, 8, 9. ഇവിടെ 4 എണ്ണോ. ഈ 5-മത്തെ ആൾ എന്ത് ചെയ്യണം?
ഇങ്ങനെ ക്ലോസ് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, ഒരു വെട്ടിടുക, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി 11 പേരുണ്ട്. ഇപ്പോൾ 5 5 10ആയി, ഒരാൾ കൂടി ഉണ്ട്, ഇതാ 1. ഇപ്പോൾ ടോട്ടൽ 11 ആയില്ലേ? ഓക്കെ, ഈ 4 എങ്ങനെയാണെന്ന് നോക്കാം. 4 പേര് വരുന്ന എത്ര ഫാമിലീസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 ഫാമിലീസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 9 എങ്ങനെ മാർക്ക് ചെയ്യാം? 1 2 3 4 5 അങ്ങോട്ട് കഴിഞ്ഞു. ഇനി ബാക്കി 6 7 8 9 അല്ലേ? അത് 5 വന്നു കഴിഞ്ഞാൽ വീണ്ടും വെട്ടിട്ടിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്യേണ്ട വരും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ വന്നോ ടാലി മാർക്ക് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ നമ്പേഴ്സും അല്ലേ എത്രത്തോളം ഉണ്ടെന്ന് അവിടെ വെച്ച് നോക്കുക. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ ഡാറ്റാസ് തന്നിട്ടുണ്ടാവും. നമ്മൾ എടുക്കുന്ന ഡാറ്റ ഇതുപോലെ എന്ത് ചെയ്യുക, ഒന്ന് റൗണ്ട് ചെയ്ത് പോവുക. കാരണം വേറൊന്നല്ല, നമ്മൾ ഏതൊക്കെ എടുത്തു ഏതൊക്കെ എടുത്തില്ല എന്ന് അറിയാനായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാകും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഇൻ കേസ് നമ്മൾക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ പേന വെച്ച് വരച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഫുള്ള് കുളമായി പോകും. പെൻസിൽ ആകുമ്പോൾ ഫുള്ള് മായ്ച്ചിട്ട് ഒന്നുകൂടി ആദ്യം മുതൽ ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ പെൻസിൽ യൂസ് ചെയ്ത് മാത്രം ഇത് മാർക്ക് ചെയ്യുക, എടുക്കുന്നത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 6 7 8 എല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കി കൂടി ഒന്ന് എന്ത് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഫിനിഷ് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ പെട്ടെന്നൊരു സ്ലൈഡ് അങ്ങ് മാറ്റുമ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാം വരുന്നതായിരിക്കും. നിങ്ങളതൊന്ന് ഫിനിഷ് ചെയ്തേക്കൂലേ? ഓക്കെ, പോസ്റ്റ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു പോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഈ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം ടാലി നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്പേഴ്സ് എഴുതാൻ വളരെ സിമ്പിളാണ് അല്ലേ? ഇവിടെ 5 ഉണ്ട് അല്ലേ? 2 പേര് വരുന്ന 5 നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഉണ്ട്. ഇനി ഇവിടെ 3 എത്രയാണ്? 5 + 5 10 10 + 1 11. എളുപ്പമില്ലേ ഇങ്ങനെ നമുക്ക് ടാലി മാർക്ക് ചെയ്യുമ്പോൾ നമ്പേഴ്സ് എടുത്ത് എഴുതാനായിട്ട്? ഇനി അടുത്ത എത്രയാണ്? 5 + 4 9. ഇങ്ങനെ ഓരോ ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് എഴുതണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടുപിടിച്ച ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? യെസ്, ഇതാണോ നിങ്ങൾക്ക് വന്നതെന്നൊന്ന് ചെക്ക് ചെയ്ത് വേഗമാവട്ടെ. അതായത് 2 മെമ്പേഴ്സ് വരുന്ന 5 പേര് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി 3 പേര് വരുന്ന 11 പേര് കണ്ടോ? 5 5 10 + 1 11. ഇനി 4 പേര് വരുന്ന 9 പേര്, അത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇത് 5 + 4 9. ഇനി അടുത്തത് 6 പേരാണ്. എത്ര വരുന്നത്? 5 പേര് വരുന്നത്. 5 + 1 6. കൃത്യമായിട്ട് തന്നെ വന്നത് കണ്ടോ? ഓക്കെ, ഇനി നമുക്കൊരു ട്രിക്ക് കൂടിയുണ്ട്. ട്രിക്കല്ല, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 ഫാമിലീസിൻ്റെ കാര്യമാണ് അല്ലേ? 50 ഫാമിലീസിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നമ്പേഴ്സില്ലേ, ഇവരെല്ലാവരെയും കൂട്ടുമ്പോൾ 50 ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം കണ്ടോ 50 ഹൗസ് ഹോൾഡ്സിൻ്റെയാണ് തന്നിരിക്കുന്നത്. ഈ 50 തന്നെ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ഉത്തരം എവിടെയോ തെറ്റിയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അതായത് ഈ തന്നിരിക്കുന്ന എല്ലാവരെയും നമ്മൾ ഈ ഒരു കോളത്തിലേക്ക് ഫില്ല് ചെയ്തില്ലേ, അവരെല്ലാവരും എത്ര പേരുണ്ട്? 50 പേരുണ്ട്. സോ ഇവരെല്ലാവരെയും ആഡ് ചെയ്യുമ്പോൾ 50 ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണോട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. അല്ലെങ്കിൽ ഈ നിസ്സാര കാര്യം നമ്മുടെ ചെറിയൊരു ശ്രദ്ധക്കുറവ് കൊണ്ട് നമ്മുടെ 4 മാർക്ക് പോവും. അപ്പോൾ ആ ഒരു മാർക്ക് കളയരുത്, അടിപൊളിയായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും എത്രയാണ് ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്, ഡാറ്റ എത്ര എണ്ണം ഉണ്ടെന്ന് തന്നിട്ടുണ്ടാകും. ആ എണ്ണം തന്നെ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, മറന്നു പോകരുതേ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? പ്രശ്നമില്ലല്ലോ? ഓക്കെ, ഇനി ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഉണ്ടാക്കി. ഇനി അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടെന്ന്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ല, ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന്. അത് നമുക്ക് ആൻസർ ചെയ്യണം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യെസ്, ഇവിടെ 11ഉം 12ഉം ഇല്ല കേട്ടോ. അതാണ് അവിടെ 0 ഇട്ടിരിക്കുന്നത്. 11ഉം 12ഉം അംഗങ്ങളുള്ള ഒരു വീടുകളും ഇല്ല, അതുകൊണ്ടാണ് അവിടെ 0. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ? സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ടാലി ജസ്റ്റ് മാർക്ക് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇതാ എത്ര ഹൗസ് ഹോൾഡ്സ് ഹാവ് ജസ്റ്റ് 2 മെമ്പേഴ്സ്? 2 അംഗങ്ങൾ മാത്രം വരുന്ന എത്ര കുടുംബങ്ങളുണ്ട്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലേ. 2 അംഗങ്ങൾ വരുന്ന എത്ര പേരുണ്ട്? 5. സോ ഉത്തരം ഈസ് 5. സിമ്പിൾ അല്ലേ? ഇതെല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കിയിട്ട് ചെയ്യാൻ. കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ആൻസർ വന്നിട്ട് 5 ഹൗസ് ഹോൾഡ്സ്, 5 കുടുംബങ്ങൾ. ഓക്കെ, പ്രശ്നമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് ഹാവ് 4 or less? 4ഉം 4ൽ കുറവും. 4ഉം 4ൽ കുറവ് എന്ന് പറഞ്ഞാൽ 4ഉം 4ൽ കുറവെന്ന് പറഞ്ഞാൽ 4 പേരും 3 പേരും 2 പേരും വരുന്ന എത്ര ഫാമിലീസ് ഉണ്ട്? ഇവരെല്ലാവരും തമ്മിൽ കൂട്ടിയാൽ പോരെ? എത്ര പേരുണ്ട് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ഫ്രീക്വൻസി ടേബിളിൽ. സോ എല്ലാവരും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ അതാ നോക്കാം, 9 + 11 + 5. 9 + 11 20 + 5 25 ഹൗസ് ഹോൾഡ്സ്. 25
വീടുകളിലാണ് എത്ര 4ഉം 4ൽ കുറവും അംഗങ്ങൾ ഉള്ളത്. ക്ലിയർ ആണല്ലോ? വലിയ പ്രശ്നമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 10ഉം 10ൽ കൂടുതലും വരുന്നത് എത്ര ഫാമിലീസിലാണെന്ന്. 10ഉം 10ൽ കൂടുതലും നമുക്ക് ടേബിൾ നോക്കാം. 10ഉം 10ൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ 11, 12, 13. ഓക്കെ, അതായത് ഇത്രയും പേര് 1 + 1 എത്ര 2 അല്ലേ? 2 ഫാമിലീസിലാണ് 10ഉം 10ൽ കൂടുതൽ പേരുമുള്ളത്. അപ്പോൾ എഴുതാം 2 ഹൗസ് ഹോൾഡ്സ്, 2 കുടുംബങ്ങൾ. ഓക്കെ അല്ലേ? സെറ്റ്. ഇനി നെക്സ്റ്റ് വൺ, ഹൗ മെനി ഹൗസ് ഹോൾഡ്സ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ്സ് ഓഫ് വാട്ട് സൈസ് ഒക്കർ ദി മോസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ എണ്ണം വന്നിരിക്കുന്നത് എത്ര അംഗങ്ങളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അതാ നോക്കിക്കേടാ, ഇത് തെറ്റിക്കരുതേ. ഇവിടെ ഏറ്റവും കൂടുതൽ സംഖ്യ വന്നിരിക്കുന്നത്, ഏറ്റവും വലിയ സംഖ്യ വന്നിരിക്കുന്നത് എത്ര വീടുകളാണ്? 11 വീടുകൾ. ഈ 11 വീടുകളിലും എത്ര അംഗങ്ങളാണുള്ളത്? 3 പേര്. സോ ഉത്തരം ഈസ് 3 മെമ്പേഴ്സ്. ഓക്കെ ആണോ? അതായത് ഇവിടെ ഏറ്റവും വലിയ സൈസ് വന്നിരിക്കുന്നത് 11 ആണല്ലേ? 11 ഫാമിലീസിലാണ് ഏറ്റവും കൂടുതൽ അല്ലേ ഒരേപോലെ അംഗങ്ങളുള്ളത്. എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങൾ. ഓക്കെ അല്ലേ? 3 മെമ്പേഴ്സ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 3. നിങ്ങളൊന്ന് നോട്ട് എഴുതുവാണെങ്കിൽ 11 എഴുതിയിട്ടൊന്ന് ആരോ മാർക്ക് ഇട്ടോളൂ കേട്ടോ. 11 അല്ലെങ്കിൽ ഈ 3 എവിടെ നിന്ന് വന്നു എന്ന് കരുതും. 3 മെമ്പേഴ്സ്, 3 അംഗങ്ങൾ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ ഈ ഒരു ചോദ്യം വലിയ പ്രശ്നമില്ലാത്ത ചോദ്യമാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുന്നു കരുതുന്നു. സെറ്റല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 45 ആളുകളുടെ ക്വസ്റ്റ്യനിലുണ്ട് 45 ആളുകളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഫിസിക്കൽ ടെസ്റ്റിൽ നോക്കിയിരിക്കുന്ന ഹൈറ്റിൻ്റെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. എന്തുണ്ടാക്കുക? ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ല. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നതിന് മുൻപ് ഏറ്റവും ചെറുതും ഏറ്റവും വലുതൊക്കെ നോക്കാനുണ്ടല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 140 അല്ലേ? 130 ഉണ്ടാവില്ല, 148 ഉണ്ട്. അതുപോലെ തന്നെ എത്രയാ? 148 വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലുതെന്ന് പറയുന്നത് 170 വന്നിട്ടുണ്ട് അല്ലേ? ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി ഒരു ക്ലൂ തന്നിട്ടുണ്ട് ആ ഒരു ഫ്രീക്വൻസി ടേബിളിൽ വരുന്നത്. കാരണം വേറൊന്നല്ല, ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വലിയ അളവുകളാണെങ്കിൽ, അളവ് മീൻസ് വലിയ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചെറുതും വലുതും തമ്മിൽ, തൊട്ട് മുന്നത്തത് ഏറ്റവും ചെറുത് 2ഉം ഏറ്റവും വലുത് 13 ആയിരുന്നു അല്ലേ? അപ്പോൾ അവർ തമ്മിൽ അധികം അകലമില്ല അല്ലേ? 2 കഴിഞ്ഞാൽ 3, 4, 5, 13 വരെ നമുക്ക് ടേബിൾ സിമ്പിളായി തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ ചില ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ 10ൽ തുടങ്ങിയിട്ട് ചിലപ്പോൾ 77 അവസാനിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ? ഏറ്റവും ചെറുത് 10ഉം ഏറ്റവും വലുത് 77 വന്നു കഴിഞ്ഞാൽ നമുക്ക് 10, 11, 12 അങ്ങനെ 77 വരെ എഴുതാൻ പോസിബിൾ അല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്തായിട്ട് എഴുതും? ക്ലാസ്സസ് ആയിട്ട് എഴുതും. അതായത് ഇപ്പോൾ 10 മുതൽ 20 വരെയും 20 മുതൽ 30 വരെയും. കണ്ടോ? അപ്പോൾ ഈ ക്ലാസ്സസ് ആയിട്ട് എഴുതണം. എപ്പോൾ ഇവർ തമ്മിൽ വലിയ അകലത്തിലാണെങ്കിൽ, ചെറിയ ഡാറ്റ തന്നിരിക്കുന്ന ഡാറ്റ ചെറുതും വലുതും നോക്കുക. വലിയ അകലത്തിലാണെങ്കിൽ നമുക്ക് ക്ലാസ്സസ് ആയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. യെസ്, 40, 140 to 145, 145 to 150, 150 to 155. ബാക്കി നമുക്ക് എഴുതാലോ. ഓക്കെ, ഏറ്റവും വലുത് 178 വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 178 എന്ന് പറയുമ്പോൾ 180 വരെയും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റാസ് ചെയ്ത്, അതായത് 150 to 155. ഇനി അടുത്തതാണെങ്കിൽ 155 to 160, അടുത്തത് 160 to 165, 165 to 170. കണ്ടോ? ഇതുപോലെ 170 to 175, 175 to 180. കണ്ടോ? ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റാസ് എല്ലാം എഴുതുക, ക്ലാസ്സസ് ആയിട്ട് എഴുതുക. ഇനി എങ്ങനെ ടാലി അടയാളപ്പെടുത്തേണ്ടത്? ഓക്കെ, ടാലി അടയാളപ്പെടുത്തേണ്ടത് 140 മുതൽ 145 വരെ. അപ്പോൾ ഞാൻ ഓരോ ആളുകൾ എടുക്കുവാണേ. ഇതാ നോക്കുക, 160. ഈ 160 എനിക്ക് ടാലി മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ 160 എന്ന് പറയുന്നത് ഇതാ നോക്കുക, 160 ഇവിടെ 2 സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അല്ലേ? ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. നമ്മൾ എവിടെയാണ് ടാലി മാർക്ക് ചെയ്യുക? ഇവിടെ 155 മുതൽ 160 മുൻപ് വരെയുള്ള ആളുകളെയാണ് ടാലി മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ 160 സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? 160 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇവിടെയാണ്. 160 മുതൽ 165 മുൻപ് വരെയും. മനസ്സിലായോ? അപ്പോൾ 160 വന്നു കഴിഞ്ഞാൽ അവൻ 160 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാ ഇവിടെയാണ്. ഇവിടെയാണ് ടാലി മാർക്ക് ചെയ്യേണ്ടത്. ഒരെണ്ണം കൂടി നോക്കാം നമുക്ക്. ഇവിടെ 145 വന്നിട്ടുണ്ട്. 145. അപ്പോൾ 145 എന്ന് പറയുന്ന ആളെ എനിക്ക് ടാലി
മാർക്ക് ചെയ്യണം. 145 എടുത്തു കഴിഞ്ഞാൽ 145 ഇതാ ഇവിടെയും വരുന്നുണ്ട് അല്ലേ. ഞാൻ എവിടെ മാർക്ക് ചെയ്യും? ഇവിടെ മാർക്ക് ചെയ്യും. 145 തൊട്ട് മുൻപ് വരെയുമുള്ള ആളുകളെയാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. 145 സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് എവിടെയാണ്? ഇവിടെ. അപ്പോൾ 145 വരുന്നത് എവിടെയാണ്? ഇവിടെയാണ്. അപ്പോൾ 145ന്റെ ടാലി മാർക്ക് ചെയ്യേണ്ടത് എവിടെയാ? ഇവിടെ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ 145 മാർക്ക് ചെയ്തു. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 168. സിമ്പിൾ ആണല്ലേ. 168 എന്ന് പറഞ്ഞാൽ എന്തിനൊക്കെ ഇടയിൽ വരും? 168 എന്ന് പറഞ്ഞാൽ 165നും 170നും ഇടയിലാണ് വരുന്നത്. അങ്ങനെ ഓരോ ആളുകളെയും നമ്മൾ ഇതുപോലെ തന്നെ ടാലി മാർക്ക് ചെയ്യുക. ഓരോ ആളുകളെയും എടുത്തിട്ട് 156 എവിടെയാണ് വരുന്നത്? 156 155നും 160നും ഇടയിലാണ് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് ആരാണ്? 168.4. അതായത് 168.4. 168 എവിടെയാണ് വരുന്നത്? 165നും 170നും അതിനിടയിൽ തന്നെയല്ലേ 68.4 വന്നു കഴിഞ്ഞാലും വരിക. സോ അവിടെ തന്നെ ടാലി മാർക്ക് ചെയ്തു. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ഓരോ ആളുകളെയും എന്ത് ചെയ്യുക? ഇവരെ ഓരോരുത്തരും എടുത്തിട്ട് നമുക്ക് ടാലി മാർക്ക് ചെയ്ത് പോകണം. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഇവിടെ ഒരാളുണ്ടല്ലേ, 164.5. അതായത് 164 എന്ന് പറഞ്ഞാൽ 160നും 65നും ഇടയിലല്ലേ. അപ്പോൾ 164.5 എന്ന് പറഞ്ഞാൽ 160നും 165നും ഇടയിലാണ് 164.5. മനസ്സിലായോ? ഇതൊക്കെ കുഞ്ഞു ക്ലാസ്സിൽ പഠിക്കുന്നതാണല്ലേ. ഒരു നമ്പർ തന്നിട്ട് ഇത് എന്തിനൊക്കെ ഇടയിൽ വരും എന്ന് കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഓരോ ആളുകളെയും എടുത്തിട്ട് അവർ എന്തിനൊക്കെ ഇടയിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അവിടെ ടാലി മാർക്ക് ചെയ്യുക. ഈ ടാലി മാർക്ക് ചെയ്തതിന് ശേഷം അത് നോക്കിയിട്ട് നമ്പർ എഴുതുക, ഫില്ല് ചെയ്യുക. ഓക്കെ അല്ലേ? ഈ ഫില്ല് ചെയ്യുന്ന നമ്പർ ക്വസ്റ്റ്യനിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 45 ആളുകളുടെ ലിസ്റ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ടാലി ഫില്ല് ചെയ്തതിന് ശേഷം നമ്പർ എഴുതിയതിന് ശേഷം അത് 45 ഉണ്ടോ എന്ന് എന്ത് ചെയ്ത് നോക്കുക? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇവരെല്ലാവരെയും കൂട്ടുമ്പോൾ 45 ഉണ്ടോ എന്നുള്ളത്. 45 ഇല്ല എങ്കിൽ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിന് ആൻസേഴ്സ് ഒന്ന് നോക്കിയാലോ? അതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തിട്ട് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ബാക്കി ആളുകൾ കൂടി എന്ത് ചെയ്യണം? ടാലി മാർക്ക് ചെയ്ത് ഒന്ന് റെഡി ആയതിനു ശേഷം വീണ്ടും വീഡിയോ പ്ലേ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ മിസ് ആൻസർ കാണിക്കാൻ പോവുകയാണേ. നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇതിൻ്റെ ആൻസർ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത്. 140 മുതൽ 155 വരെയും വരുന്നത് എത്ര പേരാണ്? 2 പേരാണ് അല്ലേ. 2 പേരുണ്ട്. അതുപോലെ 145 മുതൽ 150 വരെയും 3 ആളുകളാണ് ഇവിടെ മാർക്ക് ചെയ്ത്. കണ്ടോ, ഇവിടെ ഒരെണ്ണം ക്രോസ് ചെയ്ത് ഒരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് 5 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ 5 + 2 7, 5 + 5 10, 10 + 3 13. അപ്പോൾ നിങ്ങൾ ടാലി മാർക്ക് ചെയ്യാനും ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനൊക്കെ പഠിച്ചോ? സെറ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളെല്ലാം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് എഴുതുന്നില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. ഈ 2 മെത്തേഡ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വേറെ ഒന്നല്ല, ഞാനത് എഴുതി വരുമ്പോഴേക്കും നിങ്ങൾ ആദ്യത്തെ ഒന്ന് സ്റ്റക്കാവും. പിന്നെ നിങ്ങൾക്ക് അതങ്ങ് സ്പീഡായി ചെയ്യും. നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഞാൻ ഓരോന്ന് വരുമ്പോഴേക്കും നിങ്ങളുടെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സെറ്റല്ലേ? ഫ്രീക്വൻസി ടേബിൾ എഴുതാനും ഫ്രീക്വൻസി ടേബിൾ വരക്കാനും അതുപോലെ തന്നെ ഉണ്ടാക്കാനും പഠിച്ചല്ലോ അല്ലേ. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ചോദിക്കുക ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഹിസ്റ്റോഗ്രാം വരക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതും വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവേ. ഒന്നുമില്ല ഈ ചാപ്റ്ററിൽ പറയാനായിട്ട്. ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. നമുക്കിവിടെ ജൂൺ ജൂലൈ മാസങ്ങളിൽ കിട്ടിയ റെയിൻഫാളിൻ്റെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഡ്രോ എ ഹിസ്റ്റോഗ്രാം വരക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ. അതായത് 10 മുതൽ 20 വരെ മില്ലിമീറ്റർ കിട്ടിയിരിക്കുന്നത് എത്ര ദിവസങ്ങളിലാണ്? 4 ദിവസങ്ങളിലാണ്. 20 to 30, 30 to 40, അങ്ങനെ 90 to 100 വരെയും വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഒരു ദിവസമാണ് അത്രയും കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഹിസ്റ്റോഗ്രാം വരക്കണം. സിമ്പിളാണ്. ഈ തന്നിരിക്കുന്ന ഡാറ്റ താഴെയുള്ള എക്സ് ആക്സിസിലും ഈ തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് വെർട്ടിക്കലായിട്ട് വരുന്ന വൈ ആക്സിസിലും കൊടുക്കുക. സിമ്പിളാണ്. അതായത് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 10, 20, പിന്നെ 20, 30, 40, 50, 60, 70, 80, 90, 100 വരെയും നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി ഇതൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എവിടെ? ഓക്കെ, 2 ആക്സസും ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആ ക്ലാസ്സസ് ആണ്. 10 മുതൽ 0 മുതൽ എവിടെ വരെ? 100 വരെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ മിസ്സിൻ്റെ ഒപ്പം തന്നെ ചെയ്തോളൂ കേട്ടോ. 1, 2, 3, 4, 5, 6,
7, 8, 9, 10. ഓക്കെ അല്ലേ? നിങ്ങൾ എടുക്കുന്ന ഡിസ്റ്റൻസ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. 1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ എടുക്കുക. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. ഓക്കെ അല്ലേ? ഇതെന്താ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? എന്താണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയേക്കാം. റെയിൻഫോൾ ആണല്ലേ. അപ്പോൾ അവിടെ താഴെ ഒന്ന് റെയിൻഫോൾ എന്നൊന്ന് അടയാളപ്പെടുത്തണം. ഇനി ഡേയ്സ് ഇവിടെ 15 വരെ വന്നിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 2, 4, 6, 8, 10 അതുപോലെ 15 വരെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 15 വരെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം റെയിൻഫോൾ. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന റെയിൻഫോൾ ആണ്. ഇനി ഈ സൈഡിൽ അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ് ആ സൈഡിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്. മിസ് പറഞ്ഞതുപോലെ ഒന്നില്ലെങ്കിൽ 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 1, 2, 3, 4, 15 വരെ എടുക്കാം. ഞാനിവിടെ 2, 4, 6, 8 ആണ് എടുക്കാൻ പോകുന്നത്. എങ്ങനെ വേണമെങ്കിലും എടുക്കാം, ഒരു കുഴപ്പമില്ല. എടുക്കുന്ന ഡിസ്റ്റൻസ് തുല്യമായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, 2, 4, 6, 8, 10, 12, 14, 16. ഓക്കെ, അത്രയും മതി. ഏറ്റവും വലുത് വന്നിരിക്കുന്നത് 15 ആണ്. നമുക്ക് നേരെ മാർക്ക് ചെയ്യാം. റെയിൻഫോൾ കാണുന്നില്ല അല്ലേ? ഇത് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി അവിടെ ഒന്ന് എഴുതിയേക്കാം. റെയിൻഫോൾ ഇപ്പം പ്രശ്നമില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? നേരെ ആ ഒരു ടേബിൾ നോക്കിയിട്ട് എന്ത് വരക്കാൻ പോകുന്നു? നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കാൻ പോകുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് എത്രയാണ്? 10 to 20 വന്നിരിക്കുന്നത് 4 ദിവസം, 20 to 30 6, 30 to 40 9. ഇതെല്ലാം ഹിസ്റ്റോഗ്രാമിൽ മാർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് എത്രയാണ്? 10 to 20 4 ദിവസമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 4 ദിവസം, 10 to 20 4 ദിവസമാണ്. അപ്പോൾ 4-ന് നേരെ നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ചിട്ട് വരക്കുക. 4-ന് നേരെ വരച്ചു. ഓക്കെ ആണോ? ഒന്ന് 4-ന് കൂടി എഴുതി വെച്ചോളൂ കേട്ടോ. കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും നമ്മുടെ എന്ത് കാണാനായിട്ട്, ഗ്രാഫ് കാണാനായിട്ട്. ഈ നെക്സ്റ്റ് വൺ 20 മുതൽ 30 വരെ. 20 to 30 എത്രയാണെന്ന് നോക്കാം. 20 to 30 വന്നിരിക്കുന്നത് 6. ഓക്കെ, 6. അപ്പോൾ 6-ന് നേരെ വരക്കുക. 6-ന് നേരെ ഇവനെ വരക്കുക. 6 എന്ന് പറയുമ്പോൾ ദാ ഇവിടെ വരും. 6-ന് നേരെ വരച്ചു. കണ്ടോ? ഇത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇങ്ങനെ ഓരോന്നും അവരുടെ ഡാറ്റ നമ്മൾ എഴുതിയിരിക്കുന്നത് എത്രയാണോ അതിന് നേരെ അങ്ങ് വരച്ചു പോയാൽ നമ്മുടെ ഉത്തരമായി. ഇനി അടുത്തത് 30 to 40 എത്രയാണ്? 9. ഞാൻ ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. 9, 15, 10 നേരെ അങ്ങ് വരച്ചു പോവാണേ. 9, 15, 10 അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി വരണ്ടേ. 9 എന്ന് പറഞ്ഞാൽ 8-നും 10-നും ഇടയിൽ വരും. 9. ഓക്കെ, 9 8-നും 10-നും ഇടയിലായിട്ട് വരും. 15 അടുത്തത് അല്ലേ. 15 എന്ന് പറഞ്ഞാൽ 14-നും 16-നും ഇടയിൽ വരും. അടുത്ത എത്രയാ? 10. 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ 10. അപ്പോൾ 10-ന് നേരെ വരക്കുക. 10-ന് നേരെ വരക്കുക. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഇനി 60 to 70 എത്രയാണെന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, അടുത്തത് 10. 60 to 70 8, 5, 3, 1. ഓക്കെ, അടയാളപ്പെടുത്താം. 8, 5, 3, 1. 8 എന്ന് പറയുമ്പോൾ ദാ ഇവിടെ വരും. 8, 5 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. 6-നും 4-നും ഇടയിൽ. ഇനി 3, 1. 3 എന്ന് പറഞ്ഞാൽ 2-നും 4-നും ഇടയിൽ വരും. 3. ഇനി അടുത്തത് 1. 1 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. 2-നും 0-നും ഇടയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഹിസ്റ്റോഗ്രാം. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഞാനും നിങ്ങളെപ്പോലെ സ്കെയിലും പെൻസിലൊക്കെ എടുത്ത് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ബുക്കിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയിൽ വരയ്ക്കുക. സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് തന്നെ വരയ്ക്കുക. ഫ്രീ ഹാൻഡായിട്ട് വരക്കരുത്. എടുക്കുന്ന അളവുകൾ കൃത്യമായിട്ട് 1 സെൻറ്റിമീറ്റർ എടുത്താൽ ബാക്കിയെല്ലാം 1 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നെ എടുത്തു പോകണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഹിസ്റ്റോഗ്രാം വരക്കാനാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാനാണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റായിട്ടൊന്ന് പറയാട്ടോ. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഹിസ്റ്റോഗ്രാം വരക്കാൻ. കുറച്ചിങ്ങനെ വരകളൊക്കെ വരുമ്പോൾ ഒരു രസമല്ലേ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്റോഗ്രാം വരക്കാനുള്ള ചോദ്യം എന്തായാലും ഉണ്ടാകും. മാർക്ക് കളയരുത്. നല്ല ഭംഗിയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്താലോ നമുക്ക്? എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതിൽ ഈ ക്വസ്റ്റ്യനിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാൻ വേണം, ഹിസ്റ്റോഗ്രാം വരക്കാൻ വേണം. 2 കാര്യങ്ങളുണ്ട്. നമ്മൾ തന്നെ ചെയ്യണം. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ടേബിൾ തന്നിട്ട് വരക്കാൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇവിടെ ടേബിൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഹിസ്റ്റോഗ്രാം നമ്മൾ തന്നെ വരക്കണം. സ്റ്റാർട്ട് ചെയ്താലോ? ഇനി
തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 45 കുട്ടികളുടെ എന്ത് തന്നിട്ടുണ്ട്, വെയിറ്റ് തന്നിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ. അതായത് ഇവരെല്ലാവരും 45 കുട്ടികളുടെ വെയിറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കാം. ഇതിൽ ഏറ്റവും ചെറുതും വലുതൊക്കെ നോക്കാം. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 31 ആണെന്നാണ് വിശ്വാസം. 30 അല്ലേ, 20 പോകില്ല. ഓക്കെ, 30 ആണ്. ഇനി ഏറ്റവും വലുതെന്ന് പറയുന്നത് എത്രയാണ്, 75 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, 75. അപ്പോൾ 31 മുതൽ 75 വരെ എഴുതാൻ പോസിബിൾ അല്ല. നമുക്ക് ക്ലാസ് ആയിട്ട് തന്നെ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോൾ ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരു 30 to 40, 40 to 50 അങ്ങനെ എടുത്താലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 30 to 35, 35 to 40 എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എടുക്കുന്ന വ്യത്യാസം താഴോട്ടും കറക്റ്റ് ആയിരിക്കണം, സെയിം ആയിരിക്കണം എന്നുള്ളൂ. ഇപ്പോൾ 30 to 35 എടുത്താൽ അടുത്തത് 35 to 40, 40 to 45 അങ്ങനെ തന്നെ പോകണം. 5 തന്നെ ഡിഫറൻസ് വേണം, വേറെ വേറെ ആയിട്ട് മാറി മാറി എടുക്കരുത്. ഇപ്പോൾ മിസ് കുറച്ചുകൂടി എളുപ്പത്തിൽ 30 to 40, 40 to 50 എടുക്കാൻ പോവാണേ. ഓക്കെ, എന്നിട്ട് അവരെടുത്തതിന് ശേഷം നേരെ ടേബിൾ ഉണ്ടാക്കുക. ടേബിൾ ഉണ്ടാക്കിയിട്ട് നേരെ അടയാളപ്പെടുത്തുക. നമുക്കറിയാം അല്ലേ, 41 എന്ന് പറഞ്ഞപ്പോൾ 30 to 40, 40 to 50, 50 to 60 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 41 എന്ന് പറയുന്ന ടാലി എവിടെ മാർക്ക് ചെയ്യും? 40നും 50നും ഇടയിലല്ലേ 41 വരുന്നത്. അടുത്തത് 31 എവിടെ മാർക്ക് ചെയ്യുക? 30നും 40നും ഇടയിലാണ് 31 വരുന്നത്. അതുപോലെ 48 എന്ന് പറഞ്ഞാൽ 40നും 50നും ഇടയിലാണ് 48 വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് പോയാൽ മതി. നിങ്ങൾ മാർക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. ഇതുപോലെ ആയിരിക്കും നമ്മുടെ ടേബിൾ വരുന്നത്. മിസ് ഇപ്പോൾ പറഞ്ഞതുപോലെ 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80 വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ 30 മുതൽ 40 വരെയും 5 പേരാണുള്ളത്. നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. 30 to 40 നമുക്ക് നോക്കിയേക്കാം. 31, 1, 2, 3, പിന്നെ ആരാണ് 30 വരുന്നത്? 3 അല്ലേ വന്നിട്ടുള്ളൂ? 3 വന്നിട്ടുള്ളല്ലേ? ഓക്കെ, 3 അല്ലല്ലോ, 5 വന്നിട്ടുണ്ടല്ലേ? നമുക്ക് നോക്കിയേക്കാം. 5 ഇല്ല, 3 വരെ ഉള്ളൂ കേട്ടോ. ഓക്കെ, 3 വരെ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ 3 പേരേ ഉള്ളൂ കേട്ടോ. 3 പേര്, നമ്പേഴ്സ് 3 പേരാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കിയത് എന്തായാലും നന്നായി. ഓക്കെ, 40 to 50 നമുക്ക് നോക്കിയേക്കാം. 40 to 50, 41, 1, 2, 3. ആ 40 അവിടെ എടുക്കില്ല കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 സ്റ്റാർട്ട് ചെയ്യുന്നത് 40 to 50 ആണ്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. വേറെ ആരുമില്ല. ഓക്കെ, 13. കറക്റ്റായിട്ട് തന്നെ 13 മാർക്ക് ചെയ്തിട്ടില്ലേ ടാലി? ഓക്കെ, ഇനി 50 to 60 നോക്കാം കേട്ടോ. 50 to 60, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 വന്നിട്ടുണ്ട്. ഓക്കെ, 18 വന്നിട്ടുണ്ട്. നോക്കാം. യെസ്, കറക്റ്റാണ്. 18 പേര് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 5, 10, 15, 15, 3, 18. ഇനി അടുത്തത് 60 to 70 നോക്കാം കേട്ടോ. 60 to 70, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. കറക്റ്റാണ്. പിന്നെ ഒരെണ്ണം 1 ബാലൻസ് ഉള്ളത്. കറക്റ്റായിട്ട് തന്നെ ടാലി മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളും ഇതൊക്കെ തനിയെ തന്നെ ചെയ്യണേ. തനിയെ ചെയ്ത് ആൻസർ കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഒരെണ്ണം മാത്രം ചെറിയൊരു വ്യത്യാസം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നേ. ഓക്കെ, അത് 3 ആണ് കേട്ടോ, 5 അല്ല. ഇനി ഇവർ തമ്മിൽ ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്ന പോലെ തന്നെ 45 ചിൽഡ്രൻ, 45 കുട്ടികളുടെ തന്നെയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണേ. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ 5 ആണ് എഴുതിയെങ്കിൽ എനിക്ക് കൂട്ടി നോക്കുമ്പോൾ 45 കിട്ടില്ലായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ എവിടെയോ തെറ്റിയിട്ടുണ്ടെന്ന് അല്ലേ? അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഇവരെ കൂട്ടി നോക്കുക. 45 വന്നിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു ടേബിൾ നോക്കിയിട്ട് എന്ത് വരക്കണം? ഹിസ്റ്റോഗ്രാം വരക്കണം. വരച്ചാലോ? അപ്പോൾ അത് വളരെ സിമ്പിളാണ്. ഹിസ്റ്റോഗ്രാം വരക്കാം. ഇതിൽ ഏറ്റവും വലുത് വന്നിരിക്കുന്നത് 18 ആണ് കേട്ടോ. 18 വന്നിരിക്കുന്നു. അതായത് നമുക്ക് 2, 4, 6, 8 എന്ന് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ 0 മുതൽ മാർക്ക് ചെയ്യാൻ പോകുന്നു. 10, 20, 30, 40, 50, 60, 70, 80 വരെയല്ലേ ഉള്ളൂ. ഓക്കെ, ഇനി മേലേക്ക് ഞാൻ 2, 4, 6, 8 എടുക്കാൻ പോകുന്നു. 2, 4, 6, 8, 10, 12, 7, 8, 9. ഓക്കെ, 0, 10, 20. ഇവിടെ എത്രയാണ്? 30, 40 മുതലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 30 മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അവരുടെ ഇൻ്റർവെൽസ്, അവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്?
10 അതുകൊണ്ട് 10 മുതൽ 0 മുതൽ 10 0 മുതൽ 10 20 30 തന്നെയാണ് ഞാൻ എടുത്തു പോകുന്നത്. ഇപ്പോൾ ചില കുട്ടികൾ കണ്ടിട്ടുണ്ട് 0 മുതൽ 30 വരെ, അങ്ങനെ എടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ. 30 40 50 അങ്ങനെ എടുത്തു പോയാലും കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഓക്കെ, ഇവിടെ 2 4 6 8 10 12 14 16 18. ഇനി ടേബിൾ നോക്കിയിട്ട് മാർക്ക് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 3 പിന്നെ 13 18 10 1. ഓക്കെ, 3 ആദ്യം എത്ര മുതലാണ്? 30 to 40 3 എന്ന് പറഞ്ഞാൽ 2നും 4നും ഇടയിലാണ് വരുന്നത്. കണ്ടോ, മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി എന്നുള്ളൂ കേട്ടോ. 0 കഴിഞ്ഞിട്ട് 30 സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ലേ, നിങ്ങൾക്ക് ചെയ്യാം, തെറ്റൊന്നുമില്ല. 3 അടുത്ത എത്രയായിരുന്നു? 13 18 10 1. ഞാൻ നേരെ തന്നെ മാർക്ക് ചെയ്യുകയാണേ. 13 18 10 1. 13 18 10 അല്ലേ? 10 എന്ന് പറയുന്നത് ഇവിടെ വരും. ആൻഡ് 1 കുറച്ചങ്ങ് നീണ്ടുപോയി, കുഴപ്പമില്ല. 1 10 13 18. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഹിസ്റ്റോഗ്രാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്ലാസ്സസ് ഒക്കെ മാറ്റിയെടുക്കാം. ഇവിടെ ഇപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് അടയാളം എടുക്കുന്നതെങ്കിൽ എല്ലാം 2 സെൻറ്റിമീറ്റർ വെച്ചെടുക്കാം. ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ 10 ഇവരുടെ വ്യത്യാസം വന്നിരിക്കുന്നത്, 5 എടുക്കണമെങ്കിൽ 5 എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്, നോ പ്രോബ്ലം. കറക്റ്റ് തന്നെ വാല്യൂസ് കൗണ്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വരണം. ഹിസ്റ്റോഗ്രാം എല്ലാം കറക്റ്റായി തന്നെ എന്ത് ചെയ്യണം, വരക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുള്ളൂ. ഇതൊന്നും വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞവരൊക്കെയാണ്. ഒന്നുകൂടി ഓർമ്മ കിട്ടിയില്ലേ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചതെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഒരു ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കുന്നത്. ചെറിയ ചെറിയ ഡാറ്റാസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ 2 മുതൽ 13 വരെയൊക്കെയുള്ള ഡാറ്റാസ് ആണെങ്കിൽ നമുക്ക് നേരെ 2 3 4 5 അങ്ങനെ നേരെ പോവാം. പക്ഷേ ചില ഡാറ്റയിൽ വലിയ വലിയ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സസ് ആയിട്ട് തിരിച്ച് എഴുതണം. അപ്പോൾ എഴുതുമ്പോൾ വേറൊരു കാര്യം കൂടി, 0 മുതൽ 10 എന്ന് വരുമ്പോൾ 10 അവിടെ എടുക്കരുത്. 10 അടുത്ത ടാലി മാർക്കിൽ, അടുത്തതാണ് ടാലി മാർക്ക് ചെയ്യേണ്ടത് 10. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പഠിച്ചത് ഹിസ്റ്റോഗ്രാം വരക്കാനാണ്. അതും വലിയ പ്രശ്നമൊന്നുമില്ല, അടിപൊളിയായിട്ട് നിങ്ങൾ വരച്ചോളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ഇതുപോലെ തന്നെയാണ്. പ്രാക്ടീസ് ചെയ്യാം, നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും മോർ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇതോടെ നമ്മുടെ 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിക്കുക, കൂളായിട്ട് തന്നെ എക്സാം എഴുതുക, ഒരു ടെൻഷനും വേണ്ട. നന്നായി തന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഡേയ്സ്. താങ്ക് യു. ബൈ ബൈ ബൈ.